ശങ്കര ഭഗവത്പാദർ ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന ഭൂമിയുടെ മുകളിലൂടെ കടന്നുപോയി എന്നാണ്. എന്നാൽ അദ്ദേഹം അതിലൂടെ കടന്നു പോകുന്ന സമയത്ത് താഴെ ഭഗവാന്റെ ശീവേലി ഗുരുവായൂർ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. പല ആൾക്കാരും വ്യാഖ്യാനിക്കാറുണ്ട്, ശിവേലി നടക്കുന്നത് കണ്ട് അതിനെ വേണ്ടത്ര ഗൗനിക്കാതെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ നമസ്കരിക്കാതെ ശങ്കരാചാര്യർ മുന്നോട്ട് പോയി എന്നും, അങ്ങനെ ഗുരുവായൂരപ്പനെ നമസ്കരിക്കാത്തത് കൊണ്ട് ശങ്കര ഭഗവത്പാദരുടെ യോഗശക്തി ഭഗവാൻ ഇല്ലാതാക്കിയെന്നും അദ്ദേഹം ഭൂമിയിലേക്ക് പതിച്ചു എന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. എന്നാൽ അതിലൂടെ നമ്മൾ ചെയ്യുന്നത് ആത്യന്തികമായിട്ട് ഒരേ സമയം ഗുരുവായൂരപ്പനെയും അതേസമയം ശങ്കര ഭഗവത്പാദരെയും നിന്ദിക്കുന്നതാണ് എന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. അദ്ദേഹം ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് താഴെ ഭഗവാന്റെ ശിവേലി നടക്കുന്നത് കണ്ടപ്പോൾ വളരെയധികം ഭക്തി ആദരവ് പൂർവ്വം അദ്ദേഹം ആ ശിവേലി നടക്കുന്ന ഭാഗത്തേക്ക് താഴെ വന്ന് ഇറങ്ങി എന്നാണ് വ്യാഖ്യാനിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വ്യാഖ്യാനമായിരിക്കും നമ്മൾ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്.